ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഡേ 12 ആണ്. അപ്പം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഹൗ ടു പ്രൈസ് യുവർ പ്രോഡക്ട്സ് ഓർ സർവീസസ് ടു മേക്ക് പ്രോഫിറ്റ്. നമുക്ക് പ്രോഫിറ്റിന് വേണ്ടി എങ്ങനെ പ്രൈസ് ചെയ്യാം. അത് എല്ലാവർക്കും വരുന്ന മിസ്റ്റേക്കാണ്. നമ്മൾ കൂടുതലും അതുപോലെ തന്നെ ഒത്തിരി കുറവൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് പ്രോഫിറ്റിലോട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് എത്താൻ പറ്റത്തില്ല. സോ ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ്. സോ അത് നമുക്ക് നോക്കാം. അപ്പോൾ അതിലോട്ട് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി സ്മോൾ ബിസിനസ് ഓണേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിൽ ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ബെല്ല് ഓളെന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമ്മുടെ വീഡിയോസ് ഒരെണ്ണം പോലും മിസ് ചെയ്യാതെ കിട്ടത്തുള്ളൂ. സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. സോ ആദ്യം എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെ നമുക്ക് പ്രൈസ് ചെയ്യണം, എന്തൊക്കെയാണ് അതിനകത്ത് വരുന്നതെന്നുള്ളത് നമ്മൾ പറയാം. ഇപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസ്. അപ്പോൾ കോസ്റ്റ് പ്രൈസിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്? അപ്പോൾ നിങ്ങൾ ചുരിദാർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ മെറ്റീരിയലിൻ്റെ വില, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 500 രൂപയാണെന്ന് വെച്ചു, അപ്പോൾ അത് വരും. അതുപോലെ തന്നെ ലേബർ, നിങ്ങൾ മെറ്റീരിയൽ എടുത്തിട്ട് നിങ്ങൾ സപ്പോസ് വർക്ക് ചെയ്യുവാന്ന് വെച്ചു, അപ്പോൾ വർക്ക് ചെയ്യുന്നതിന് നിങ്ങളിപ്പം വർക്കറിന് കൊടുക്കേണ്ടത്, ഇപ്പോൾ ഹാൻഡ് വർക്കറിന് നിങ്ങൾ കൊടുക്കേണ്ടത് 200 രൂപ, അല്ലെങ്കിൽ നിങ്ങൾ തന്നെയാണ് വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 200 500 എത്രയാണെന്ന് വെച്ചാൽ ആ വർക്കിനനുസരിച്ച് അതിടുക. ഇതുപോലെ തന്നെ പാക്കേജിങ്, നിങ്ങൾ പാക്കേജിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ബ്രൗൺ കവർ നിങ്ങൾ കൊടുക്കുന്നു, അല്ലെങ്കിൽ അതിനകത്ത് എക്സ്ട്രാ എന്തെങ്കിലും താങ്ക് യു നോട്ട്സോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രിൻ്റ് ലോഗോസ് കാര്യങ്ങളൊക്കെ വെക്കുകയാണെങ്കിൽ അത് നിങ്ങൾ ഈവനായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അതിനകത്ത് നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പം ഇതെന്ന് പറയുന്നത് ഇതിനകത്ത് ഒത്തിരിയും കാര്യങ്ങൾ വരും. അത് നിങ്ങൾക്ക് സെർച്ച് ചെയ്തിട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും എന്തൊക്കെയാണ് വരുന്നതെന്നുള്ളത്. ജസ്റ്റ് സ്റ്റാർട്ടിങ് ഞാൻ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ കോസ്റ്റ് പ്രൈസിൻ്റെ കാര്യം പറഞ്ഞത്. ഇനി അടുത്ത നമ്മളെപ്പോഴും മിസ്സാവുന്നതാണ് ഓവർ ഹെഡ് കോസ്റ്റ്. അത് ആഡ് ചെയ്യുക. അതായത് ഇപ്പം നിങ്ങൾ നിൽക്കുന്ന റെൻറ്റ് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ വൈഫൈ, ഇതുപോലെ നമ്മൾ എന്താണ് എല്ലാത്തിനും വേണ്ടി ഇപ്പോൾ വീട്ടിൽ നിന്നാണെങ്കിൽ പോലും അത് യൂസ് ചെയ്യുന്നെങ്കിലും ചിലപ്പം ബിസിനസ്സിന് വേണ്ടി നിങ്ങൾ വൈഫൈ എടുത്തായിരിക്കും, അല്ലെങ്കിൽ എക്സ്ട്രാ എന്തെങ്കിലും ഇലക്ട്രിസിറ്റി അതിന് ചിലവാകുന്നുണ്ടായിരിക്കും. ഈ ടൈലറിങ്ങോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും നിങ്ങൾ ചെയ്യുവാണെങ്കിൽ അപ്പോൾ അതിന് നിങ്ങൾക്ക് ഒരിക്കലും ഇപ്പം 100 രൂപയുടെ ഒരു ജ്വല്ലറിക്ക് ഒരു വൈഫൈ ഇപ്പോൾ സപ്പോസ് നിങ്ങൾ 500 രൂപ കൊടുക്കുന്നതെന്ന് വെച്ചാൽ 500 കൂടെ ഒരു ജ്വല്ലറിക്ക് ഒരു മാലയ്ക്കകത്ത് നിങ്ങൾ ഇടണ്ട. അപ്പം നിങ്ങൾ ഒരു കുറച്ച് എമൗണ്ട്, ഒരു 25 റുപ്പീസ് അല്ലെങ്കിൽ 50 റുപ്പീസ് ചെറുതായിട്ട് നിങ്ങൾ കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓരോരോ പ്രോഡക്റ്റിൽ നിന്ന് നിങ്ങൾ വാങ്ങിക്കുമ്പോഴത്തേക്കും ആ എമൗണ്ട് ഓവർ ഹെഡ് കോസ്റ്റ് നിങ്ങൾക്ക് ഓരോ പ്രോഡക്റ്റിൽ നിന്നും നിങ്ങൾക്ക് ബണ്ടിലായിട്ട് കിട്ടും. ആസ് എ ഹോൾ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഒരു പ്രോഡക്റ്റിനകത്ത് തന്നെ നിങ്ങൾ മൊത്തം ആഡ് ചെയ്യാതെ നിങ്ങൾക്ക് പല പ്രോഡക്റ്റ് ഇപ്പോൾ 10 രൂപയോ 25 രൂപ വെച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്ത് അങ്ങനെ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യുക. അതിൻ്റെ കൂടെ പ്രോഫിറ്റ് മനസ്സിലായി. അതുപോലെ തന്നെ ഇൻക്ലൂഡ് ടൈം വാല്യൂ, അതായത് നിങ്ങളുടെ എഫേർട്ട് അനുസരിച്ചുള്ള പേയ്മെൻറ്റ് നിങ്ങൾ വാങ്ങിക്കുക. ഇപ്പം ഹാൻഡ് വർക്ക് അല്ലെങ്കിൽ ഹാൻഡ് മെയ്ഡ് പ്രോഡക്റ്റ്സ്, ഇപ്പോൾ ഡ്രീം ക്യാച്ചർ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രോഷ്യോയുടെ ഡ്രസ്സ് അല്ലെങ്കിൽ ക്രോഷ്യോ വർക്ക്സ്, ഹോം ഡെക്കേഴ്സ്, അല്ലെങ്കിൽ ഈ പറയുന്നതിൻ്റെ കൂടെ ഹാൻഡ് എംബ്രോയ്ഡറിയോ അങ്ങനെ എന്തും ആയിക്കോട്ടെ. അപ്പം നിങ്ങളുടെ വാല്യൂ ടൈമൊക്കെ അനുസരിച്ച് നിങ്ങൾക്കതിന് പ്രൈസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ റിസർച്ച് യുവർ കോമ്പറ്റീറ്റേഴ്സ് പ്രൈസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ റിസർച്ച് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് നല്ല ഐഡിയ കിട്ടും. ഇപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് എന്നറിയത്തില്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും റിസർച്ച് ചെയ്യാം ഏത് എമൗണ്ടാണ് വരുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു ബണ്ണി ക്രോഷ്യോ ചെയ്യുന്നതിന് ഞാൻ കണ്ട ഒരു എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു 1250 ഒക്കെ വരുന്നുണ്ട്. അപ്പം എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ പ്രൈസിങ് അറിയാത്ത ഒരാളാണെങ്കിൽ ഒരു സ്മോൾ ബിസിനസ് ഓണർ ചിലപ്പോൾ അതിന് തന്നെ ചിലപ്പം 500 രൂപ ആയിരിക്കും വാങ്ങിക്കുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അത്രയും ഒരു 1250 വരെയൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാമെന്നുള്ളൊരു ഇൻഫർമേഷൻ നമ്മൾ അറിയണം. അതുകൊണ്ടാണ് നമ്മൾ കോമ്പറ്റീറ്റേഴ്സ് പ്രൈസ് നോക്കുന്നത്. അപ്പം നിങ്ങൾ ഒരിക്കലും ലോ വാല്യൂവിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പ്രോഡക്റ്റ് സെല് ചെയ്യരുത്. അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ചിലപ്പോൾ അറിയാതെ ചില എമൗണ്ട് മാത്രം കണ്ടിട്ട് ചിലപ്പോൾ ആ ഒരു സാധനം ചിലപ്പോൾ ഒത്തിരി ടൈം എടുത്തിട്ടായിരിക്കും ചെയ്തത്. ചിലപ്പോൾ ഈ ക്രോഷ്യോയുടെ ഒരു വലിയൊരു ഫ്ലവർ അല്ലെങ്കിൽ ഒരു പില്ലോ, പക്ഷേ നിങ്ങൾ ഈ ഒരു ടെഡി അല്ലെങ്കിൽ ഒരു ബണി അല്ലെങ്കിൽ ഡോളിനും ചിലപ്പോൾ നിങ്ങൾ 1250യുടെ ഒരു സാധനത്തിന് ചിലപ്പോൾ നിങ്ങളൊരു 5000 10,000 ഇട്ട് ഓവർ പ്രൈസ് ചെയ്ത് കഴിഞ്ഞാലും ആളുകൾ വാങ്ങിക്കത്തില്ല. സോ അണ്ടർ പ്രൈസ് ആവാൻ പാടില്ല, ഓവർ പ്രൈസ്ഡ് ആവാൻ പാടില്ല. സോ നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സ് പ്രൈസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ആളുകൾ വാങ്ങിക്കുന്നത്. നല്ല റിവ്യൂസൊക്കെ ഉള്ള ഒതൻറ്റിക് പേജസ് നിങ്ങൾ പോയി സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഐഡിയാസ് കിട്ടും. അതുപോലെ തന്നെ നോ യുവർ ടാർഗറ്റ് കസ്റ്റമേഴ്സ് ബഡ്ജറ്റ്.
അതായത് നിങ്ങളിപ്പം അഫോർഡബിളായിട്ടാണോ നിങ്ങൾ സെല് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ജ്വല്ലറി. ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു 100 റുപ്പീസിൻ്റെ ഒരു ആൻറ്റി ടാർണിഷിൻ്റെ ഒരു മാലയാണ് വാങ്ങിക്കുന്നതെന്ന് വെച്ചോ. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുവാണേ. അപ്പം നിങ്ങൾ സപ്പോസ് നിങ്ങൾ 300 റുപ്പീസ് അല്ലെങ്കിൽ 500 റുപ്പീസ് ഓരോ കോസ്റ്റ് പ്രൈസ് അനുസരിച്ച് നിങ്ങൾ സപ്പോസ് വിൽക്കുവാന്ന് വെച്ചോ 500 റുപ്പീസിന്. അപ്പം നമുക്കറിയാൻ പറ്റും നമ്മുടെ ഒരു 500 റേഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ചിലപ്പോൾ ഒരു ലോ ഇൻകം അല്ലെങ്കിൽ ഒരു മീഡിയം ലെവൽ ഇൻകം ഉള്ള ആളുകൾ പോലും ചിലപ്പം ബഡ്ജറ്റ് കുറവായതുകൊണ്ട് വാങ്ങിക്കാം. പക്ഷേ എങ്കിൽ നമ്മളിപ്പം ഭയങ്കര ഹൈഫൈവായിട്ടുള്ള ഈ പറയുന്നതിൻ്റെ കൂട്ട് ബ്രൈഡലിൻ്റെയും അല്ലെങ്കിൽ എന്താണ് മറ്റ് വെഡിങ് പാർട്ടീസിനൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള 10,000 20,000 മാലയും സെറ്റും കല്ലുമാലയും പോലത്തെ സംഭവങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അത് ഭയങ്കര കുറച്ച് എന്താണ് പ്രീമിയം കസ്റ്റമേഴ്സ് മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ എപ്പോഴും അപ്പം അവരുടെ ബഡ്ജറ്റ് എന്തായിരിക്കും, അവർക്ക് നല്ല ബഡ്ജറ്റ് ഉണ്ടാവും. അപ്പം നമ്മുടെ ടാർഗറ്റ് കസ്റ്റമേഴ്സിൻ്റെ ബഡ്ജറ്റും കൂടെ നമ്മുടെ മനസ്സിൽ വേണം. അപ്പം ഡിസൈഡ് അഫോർഡബിൾ ഓർ പ്രീമിയം. അപ്പം ഇപ്പം പറഞ്ഞതിൻ്റെ കൂട്ട് അഫോർഡബിളായിട്ടാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതോ പ്രീമിയം ആയിട്ടാണോ? ഇപ്പോൾ പ്രീമിയം ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഭയങ്കര ലക്ഷറി ഹാൻഡ് ബാഗിൻ്റെ ഒരു ബാഗിന് ഒരു 5,000 അല്ലെങ്കിൽ ഒരു 10,000 അങ്ങനത്തെ പ്രീമിയം സാധനമാണ് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, നിങ്ങളുടെ ബ്രാൻഡ് അതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, നമ്മളെപ്പോഴും മനസ്സിലാക്കണം ആ കസ്റ്റമറിലോട്ട് ആ രീതിയിൽ മാർക്കറ്റ് ചെയ്ത് കൊളാബ്സൊക്കെ ചെയ്ത് ആ ടൈപ്പ് ഓഫ് ആളുകൾ നിങ്ങളിലോട്ട് എത്തും. അപ്പോൾ അത് ഒരു അഫോർഡബിൾ പോലെ പെട്ടെന്നായിരിക്കത്തില്ല, കുറച്ചും കൂടെ ടൈം എടുക്കും. പക്ഷേ ടൈം എടുത്താലും നിങ്ങളുടെ ആ ഒരു ബേസ് ഓരോ കസ്റ്റമർ ഇഷ്ടപ്പെട്ട് വരുന്നവരെല്ലാവരും ആ ഒരു ടൈപ്പ് കസ്റ്റമേഴ്സ് ആയിരിക്കും. അപ്പോൾ പെട്ടെന്ന് നിങ്ങളൊരു ലക്ഷറി പ്രോഡക്റ്റ് ചൂസ് ചെയ്തിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ ഒരു 6 മന്ത്സിനുള്ളിൽ ആരും വാങ്ങിക്കുന്നില്ല, എന്നാൽ പിന്നെ നമുക്ക് അഫോർഡബിളും ചൂസ് ചെയ്തേക്കാമെന്ന് വിചാരിക്കുമ്പോഴത്തേക്കും എന്താണെന്ന് വെച്ചാൽ ഈ പ്രീമിയം കസ്റ്റമേഴ്സ് ഒരിക്കലും ക്വാളിറ്റി ലോ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് അങ്ങനത്തെ ഒരു ഇപ്പം 250 റുപ്പീസിൻ്റെ ഒരു ജ്വല്ലറി ഒരിക്കലും അവർ വാങ്ങിക്കത്തില്ല ഈ പ്രീമിയം കസ്റ്റമേഴ്സ്. സോ അവിടെ ഒരു ബ്രാൻഡിനൊരു പ്രോബ്ലം വരും. സോ നിങ്ങൾ അഫോർഡബിളാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനത്തെ തന്നെ ചൂസ് ചെയ്യുക. പക്ഷേ ഈ പറയുന്നതിൻ്റെ കൂട്ട് നിങ്ങൾക്ക് ഈ പ്രീമിയത്തിൽ തന്നെ പല റേഞ്ച് കൊണ്ടുവരാൻ പറ്റും. അതായത് പ്രീമിയത്തിൽ തന്നെ കുറച്ച് കോസ്റ്റ് കുറഞ്ഞ അതായത് 5,000 ഒരു ബാഗ്, പിന്നെ അതിൽ കൂടുതൽ 10,000 15,000 ഒരു ബാഗ്. ഇത് ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ തരുവാണേ. പക്ഷെ ഒരിക്കലും നമ്മൾ അതിൽ തന്നെ ഭയങ്കര റേറ്റ് കുറഞ്ഞൊരു സാധനമാണ് നിങ്ങൾ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അത് കസ്റ്റമേഴ്സിന് ഇഷ്ടം ഉണ്ടാവില്ല. സോ അതൊരു ബ്രാൻഡിനെ ബാധിക്കും. അപ്പം നമ്മൾ ഡിസൈഡ് ചെയ്യണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന അഫോർഡബിൾ ആണോ പ്രീമിയം ആണോ എന്നുള്ളത്. ഓക്കെ. പിന്നെ പ്രോഫിറ്റ് മാർജിൻ 10 to 50% ഡിപ്പെൻഡിങ് ഓൺ പ്രോഡക്റ്റ്. അതായത് നമ്മുടെ പ്രോഡക്റ്റിനനുസരിച്ച് നമുക്ക് അതിനകത്ത് പ്രോഫിറ്റ് ഇടാം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ട് ഇപ്പം ഒരു സിമ്പിൾ ജ്വല്ലറി ആണെങ്കിൽ 100 രൂപയുടെ സാധനത്തിന് നമുക്ക് കയറി എന്താണ് ഒരു 2,000 5,000 ഒന്നും ഇടാൻ പറ്റത്തില്ല. പക്ഷേ നിങ്ങൾക്കൊരു കുറച്ചും കൂടെ പ്രീമിയമായിട്ടുള്ളൊരു മാലയാണ്, അതിനെന്തെങ്കിലും ഒരു വാല്യൂ ഉള്ളൊരു പ്രീമിയം ജ്വല്ലറി ആണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ അതിനകത്ത് സ്റ്റോൺസൊക്കെ വാല്യുബിളായിട്ടൊക്കെ ഉള്ള ടൈപ്പ് ഓഫ് ഉണ്ട്. അപ്പം അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ അതിനകത്ത് എന്താണ് അതിനകത്ത് കോസ്റ്റ് പ്രൈസും നല്ല കൂടുതലായിരിക്കും നമ്മൾ കൊടുത്ത് വാങ്ങിക്കേണ്ടത്. ചിലപ്പം നമ്മൾ 1,000 or 2,000 കൊടുത്ത് പർച്ചേസ് ചെയ്തിട്ട് അതിനകത്ത് നിങ്ങൾക്കൊരു 1,000 or 2,000 പ്രോഫിറ്റ് ഇടുന്നതിന് കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ പ്രോഡക്റ്റിനനുസരിച്ചാണ് അതിനകത്ത് എത്ര % നമ്മൾ പ്രോഫിറ്റ് മാർജിൻ ഇടണം എന്ന് നമ്മൾ നോക്കിയിട്ട് ചെയ്യുന്നത്. ഓക്കെ. അതുപോലെ തന്നെ സെൽഫ് വാല്യൂ, നമ്മളെപ്പോഴും വാല്യൂ അനുസരിച്ച് വേണം സെല് ചെയ്യാൻ. നിങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ വാല്യൂ നമ്മൾ അറിയുക, ഒരിക്കലും അണ്ടർ പ്രൈസ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്കറിയാമല്ലോ എങ്ങനെയാണ് ആളുകൾ വാങ്ങിക്കുന്നത്, എത്രത്തോളം ഇഷ്ടം വരും, എന്തോ വാല്യൂ ഉണ്ട് നമ്മുടെ പ്രോഡക്റ്റിന്. അപ്പം അങ്ങനെ അനുസരിച്ച് നമ്മുടെ പ്രോഡക്റ്റിന് എപ്പോഴും വാല്യൂ ആയിട്ട് കണക്കാക്കുക. അതുപോലെ തന്നെ ടെസ്റ്റ് ഡിഫറെൻറ്റ് പ്രൈസസ്. നിങ്ങൾക്ക് ഓരോരോ പ്രോഡക്റ്റ് വരുന്നതനുസരിച്ച് ചെറിയ ചെറിയ രീതിയിൽ നിങ്ങൾക്ക് വ്യത്യാസം വെച്ചിട്ട് എങ്ങനെയൊക്കെ ടെസ്റ്റ് ചെയ്യാം എന്നുള്ളത് നിങ്ങൾക്ക് നോക്കാം. അതായത് ഇപ്പോൾ ഒരു 100 റുപ്പീസോ അല്ലെങ്കിൽ ഒരു 250 അങ്ങോട്ടും ഇങ്ങോട്ടോ അല്ലെങ്കിൽ കുറച്ചൊരു മാറ്റമൊക്കെ വരുത്തിയിട്ട് എങ്ങനെയൊക്കെയാണ് ആൾക്കാർ ഇപ്പം ഇച്ചിരി കൂടുതലാണെങ്കിൽ വാങ്ങിക്കുന്നുണ്ടോ, ഇച്ചിരി കുറവ് വെച്ച് നോക്കണോ എന്നൊക്കെ നിങ്ങൾക്ക് നോക്കാം. അതുപോലെ തന്നെ കൺസിഡർ സീസണൽ പ്രൈസിങ്. ഇപ്പോൾ ഫെസ്റ്റിവൽസ്
അല്ലെങ്കിൽ ഓഫർ ഡിസ്കൗണ്ട്സ്. ഇപ്പോൾ ഫെസ്റ്റിവലൊക്കെ വരുമ്പോൾ, ക്രിസ്മസ് ഓണമൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഓഫറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾ ഇഷ്ടപ്പെട്ട് വാങ്ങിക്കും. അതുപോലെ തന്നെ യൂസ് സൈക്കോളജിക്കൽ പ്രൈസിങ്. അതായത് 500 പകരം 499 ആണെങ്കിൽ അതൊരു സൈക്കോളജിക്കൽ പ്രൈസിങ് ആണ്. അതാണ് നമ്മൾ ഏത് ബ്രാൻഡഡ് ആയിട്ടുള്ള കളർ, ഇപ്പോൾ മാക്സ് ആണെങ്കിലോ അല്ലെങ്കിൽ അതുപോലത്തെ ഏതെടുത്താലും ഇതൊരു സൈക്കോളജിക്കൽ പ്രൈസിങ് ആണ്. നമുക്ക് 4 കാണുമ്പോൾ അത് 1 രൂപയുടെ വ്യത്യാസമാണെങ്കിൽ പോലും 4 കാണുമ്പോൾ അവിടെ നമുക്ക് അത്രയും നമുക്ക് സേവ് ചെയ്യാൻ പറ്റിയെന്നുള്ളൊരു സൈക്കോളജിയാണ് അവിടെ വർക്കാവുന്നത്. ഇപ്പം 1000 പകരം 999 അതൊരു സൈക്കോളജിയാണ്, മനസ്സിലായോ? അപ്പം അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഓഫർ ബണ്ടിൽ ഡീൽസ് ഫോർ ഹൈ വാല്യൂ സെയിൽസ്. അതായത് നമ്മളിപ്പം 2 മാല എടുത്താൽ 1 മാല ഫ്രീ. പക്ഷേ ഞാൻ പറയുന്നത് ഇങ്ങനെ ബണ്ടിൽസ് അല്ലെങ്കിൽ 1 മാല ഫ്രീ അല്ലെങ്കിൽ ഇത്ര എമൗണ്ട് കുറവ്. പക്ഷേ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒരിക്കലും നമുക്ക് എന്താണ് ലോസ് വരുന്ന രീതിയിൽ ഒരിക്കലും ആവരുത്. പക്ഷേ നമുക്കതിന് മറ്റ് 2 മാല കൊടുക്കുന്നതിനകത്തൂടെ നമുക്ക് പ്രോഫിറ്റ് വരണം. ആ രീതിയിലേ നമ്മൾ ചെയ്യാവൂ. പക്ഷേ അതൊരു സൈക്കോളജിക്കൽ സ്ട്രാറ്റജിയാണ്. പക്ഷേ എന്നാൽ പോലും ഈ പറയുന്നതിൻ്റെ തൊട്ട് നിങ്ങൾക്ക് ഓഫറും ഇച്ചിരി കുറച്ചൊക്കെ കൊടുക്കുന്നതിന് കുഴപ്പമില്ല. അവിടെയും നിങ്ങൾ അറിയണം നിങ്ങളുടെ പ്രൈസ് എത്രയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞതിൻ്റെ തൊട്ട് കാൽക്കുലേറ്റ് ബ്രേക്ക് ഈവൻ പോയിന്റ്, അതായത് നോ ലോസ് നോ പ്രോഫിറ്റ്. ചില പ്രോഡക്റ്റ്സ് നമ്മളെന്താണ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 500 റുപ്പീസിന് നമ്മൾ കോസ്റ്റ് പ്രൈസിന് ഒരു കുർത്തി വാങ്ങിച്ചു. അത് അതിൻ്റെ ഒരു ഫാഷൻ പോയിട്ട് നിങ്ങൾക്കത് എങ്ങനെയെങ്കിലും സെല്ല് ചെയ്യണം. പക്ഷേ അപ്പം നിങ്ങൾ ബ്രേക്ക് ഇവൻ പോയിന്റ്, അതായത് നമ്മൾ എപ്പോഴും അറിയണം അത് 500-ന് തന്നെയാണ് വാങ്ങിച്ചതെന്നുള്ളത്. എന്നാലേ നമുക്ക് ആ ഒരു പോയിന്റിൽ നമുക്ക് ലോസും പ്രോഫിറ്റും ഇല്ലാതെ 500-ന് തന്നെ നിങ്ങൾക്ക് സെല്ല് ചെയ്യാതെ, മനസ്സിലായോ? ആ പ്രോഫിറ്റ്. പക്ഷേ ഇപ്പം നിങ്ങൾക്ക് അറിയത്തില്ലെന്ന് വെച്ചോ അത് 500 ആണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളത് 300-നും 200-നും ഒക്കെ സെല്ല് ചെയ്താൽ അത് നിങ്ങൾക്ക് ഭയങ്കര ലോസായിട്ട് നിങ്ങൾക്ക് വരും. അപ്പോൾ ഒരിക്കലും നിങ്ങൾ അങ്ങനെ സെല്ല് ചെയ്യരുത്. നിങ്ങൾ സെല്ല് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ആ ബ്രേക്ക് ഇവൻ പോയിന്റിൽ തന്നെ സെല്ല് ചെയ്യണം. 500-ൽ തന്നെ സെല്ല് ചെയ്താൽ അപ്പോൾ ആളുകൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾ ചിലപ്പം 1000-നും 1250 കൊടുക്കാൻ ഉദ്ദേശിച്ച സാധനം ആ ഒരു ഫാഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും പോയത് കൊണ്ട് നിങ്ങൾ അങ്ങനെ ഇച്ചിരി കുറച്ച് കൊടുക്കുക. അപ്പോൾ അത് നമ്മൾ ഓർത്തിരിക്കണം. അതുപോലെ തന്നെ ഓഫർ ഇൻട്രൊഡക്ടറി പ്രൈസസ് ഫോർ ന്യൂ പ്രോഡക്റ്റ്സ്. ഇപ്പം നിങ്ങൾ പുതിയ എന്തെങ്കിലും ചുരിദാറോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊഡക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്, ഇത് കസ്റ്റമർ വാങ്ങിക്കുമോ, എങ്ങനെ ആയിരിക്കും അതിൻ്റെ പ്രൈസിങ് ഇടണ്ടേന്ന് നോക്കുമ്പോൾ അതിന് നിങ്ങൾക്ക് ഇപ്പം കുറച്ച് റേറ്റ് കൂടിയെല്ലാം ആണെങ്കിൽ അങ്ങനെ, കുറച്ച് കുറവാണെങ്കിൽ അങ്ങനെ, അതൊക്കെ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും. ഒരു പുതിയ പ്രോഡക്റ്റ് വരുമ്പം ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി നിങ്ങൾക്കത് ട്രൈ ചെയ്യാം. അതുപോലെ തന്നെ ഡോണ്ട് ഫർഗെറ്റ് ഷിപ്പിംഗ് ഓർ ഡെലിവറി. ഇതിനകത്ത് എപ്പോഴും നമ്മൾ ഷിപ്പിംഗും ഡെലിവറി ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് നല്ലത്. അതായത് ഇപ്പം നമ്മൾ ഫ്രീ ഡെലിവറി എന്നൊക്കെ ഏത് പ്രൊഡക്റ്റിൻ്റെ ഏത് സൈറ്റിൽ കയറി എന്ത് കണ്ടാലും ഓൾറെഡി അവർ ഷിപ്പിംഗ് ആഡ് ചെയ്തിട്ടായിരിക്കും ഇവിടെ ഫ്രീ ഷിപ്പിംഗ് ഫ്രീ ഡെലിവറി, അതായത് ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും അവർ പറയുന്നത്. അതായത് സെപ്പറേറ്റ് അവർ വാങ്ങിക്കുന്നില്ല എപ്പോഴും. അതൊരു വേറെ സൈക്കോളജിയാണ്. അതായത് നമ്മളിപ്പം ഒരു 1250 ഒരു സാധനം ഓർഡർ ചെയ്ത് ഓൺലൈനിൽ കൂടെ ലാസ്റ്റാണ് പറയുന്നത് 50 രൂപയും കൂടെ വരും അല്ലെങ്കിൽ 100 രൂപയും കൂടെ വരും. അത് കസ്റ്റമറിനൊരു എന്താണ്, ഇനി ഞാൻ കൊടുക്കണം, ഞാൻ ഇത്രയും കൊടുത്തിട്ട് ഇനി ഞാൻ കൊടുക്കണം, അത് അവർക്കൊരു ബുദ്ധിമുട്ടാണ്. അപ്പം നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ കേരളത്തിനകത്താണെങ്കിൽ പോലും ഇത്ര എമൗണ്ടേ വരത്തുള്ളൂ. കേരളത്തിനകത്ത് ഒരറ്റത്തും ബാൻഡർ ടു മലപ്പുറം പോയാലും ഇത്ര കിലോയ്ക്ക് ഇപ്പോൾ ഒരു 50 അല്ലെങ്കിൽ ഒരു 70 വരത്തുള്ളൂ. അതിനനുസരിച്ച് നിങ്ങളുടെ ഓരോ പ്രോഡക്റ്റിനകത്ത് നിങ്ങൾ ഓൾറെഡി അത് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് അത് ആഡ് ചെയ്ത് പറയാൻ പറ്റും. മനസ്സിലായോ? അതുപോലെ തന്നെ ട്രാക്ക് യുവർ സെയിൽസ് ഓർ പ്രോഫിറ്റ് റെഗുലർലി. നമ്മുടെ സെയിൽസ് എത്രയാണ്, അതുപോലെ തന്നെ പ്രോഫിറ്റ് എത്രയാണെന്ന് നമ്മൾ ആദ്യം തന്നെ ട്രാക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒത്തിരി കോൺഫിഡൻസ് അതിനകത്തുനിന്ന് കിട്ടും. അപ്പം ഞാൻ ആക്ച്വലി ഫസ്റ്റ് ടൈം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഒരു ചുരിദാറിൻ്റെ ഒരു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഞാൻ ബ്രേക്ക് എടുത്തതാണെന്ന് ഞാൻ പറഞ്ഞു. പ്രഗ്നൻസിയൊക്കെ വന്നു, ഹസ്ബൻഡ് ദുബായിലോട്ട് പോയി. അപ്പോൾ ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഞാൻ കുറേ ചുരിദാർ സെല്ല് ചെയ്തു, ചുരിദാർ കുർത്തീസൊക്കെ സെല്ല് ചെയ്തു കേട്ടോ. ഞാൻ ജയ്പൂരി കോട്ടൺ മെറ്റീരിയൽസാണ് സെല്ല് ചെയ്തത്. അപ്പം അതിനകത്ത് ശരിക്കും എൻ്റെ സെയിൽസ്, അതായത് ഒരു ദിവസം എത്രയാണ് വരുന്നത്, 15 ഡേയ്സ് അല്ലെങ്കിൽ 1 മന്ത് ആകുമ്പോൾ എത്രയാണ് വരുന്നത്, അപ്പം അതുപോലെ തന്നെ എത്രയാണ് എൻ്റെ പ്രോഫിറ്റ് വരുന്നത് എന്ന് നമുക്ക് ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് നല്ല കോൺഫിഡൻസ് ആണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരു മാസം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ ഒരു മാസം എനിക്ക് കിട്ടിയത്
കിട്ടിയ സെയിൽസ് എന്ന് പറയുന്നത് 60,000 സെയിൽസ് ആയിരുന്നു കേട്ടോ. അത്രയും സെല്ലായി. അതായത് ദുബായിലൊക്കെ എനിക്കറിയാവുന്ന കസ്റ്റമേഴ്സും അതുപോലെ തന്നെ ഞാൻ ഓൾറെഡി അവിടെയാണ് ജനിച്ച് പഠിച്ചത്. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് കുറേ ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു ബണ്ടിലായിട്ട്. ഇപ്പം 10 ചുരിദാർ, 15 ചുരിദാർ. അതുപോലെ തന്നെ ഇവിടുത്തെയും അറിയാത്ത ആളുകളും 4-5 ചുരിദാറൊക്കെ വെച്ച് വാങ്ങിക്കും. അപ്പം അങ്ങനെ എനിക്ക് ബണ്ടിലായിട്ട്, പിന്നെ റിപ്പീറ്റഡ് കസ്റ്റമേഴ്സ് റിപ്പീറ്റഡായിട്ട് അവർ വാങ്ങിക്കും. അവർക്ക് എന്താണ് ജോലിക്കൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറി മാറി ഇടാൻ വേണ്ടിയിട്ട്. കോട്ടൺ ആയതുകൊണ്ട് ഭയങ്കര സിമ്പിളായിട്ട് ഇടാം. ചൂടാണ്, ദുബായിലും ചൂടാണ്, ഇവിടെയും അങ്ങനെ കോട്ടൺ അല്ലേ നമ്മൾ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യുന്നത്. സോ അങ്ങനെ കുറേ പോയിട്ട് എനിക്ക് 60,000 ഒരു മാസം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നേ. സെയിൽസ് ആണേ, അതായത് ഇത് പ്രോഫിറ്റ് അല്ല, ജസ്റ്റ് സെയിൽസ്, എല്ലാം കൂടെ കോസ്റ്റ് പ്രൈസ് ഇൻക്ലൂഡഡ്. അപ്പം അങ്ങനെയൊക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ തൊട്ട് എനിക്ക് ചെറിയ ഡസ്റ്റ് അലർജിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ചെറുതായിട്ട് സ്റ്റോപ്പ് ചെയ്ത. കാരണം ഇത് നമ്മൾ ഈ ഡ്രസ്സിൻ്റെ ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് അധികം ഡസ്റ്റ് ഈ ഡ്രസ്സിനകത്തുനിന്ന് വരും. പക്ഷേ എനിക്ക് എൻ്റെ ഹസ്ബൻഡൊക്കെ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞതിൻ്റെ തൊട്ട് ഡെലിവറിയുടെ ആ ഒരു പ്രഗ്നൻസി സമയത്ത് ഒരു ബ്രേക്ക് എടുത്തു. അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ നമ്മളിത് എന്താ സെയിൽസും പ്രോഫിറ്റും ഒക്കെ എഴുതി നമ്മുടെ കൺമുന്നിൽ ഇങ്ങനെ എഴുതി കാണുമ്പോൾ, നമ്മൾ എഴുതിയില്ലെങ്കിൽ നമുക്കൊരിക്കലും അറിയത്തില്ല എത്രയാണ് നമ്മുടെ സെയിൽസ്, എത്രയാണ് നമ്മൾ പ്രോഫിറ്റ് എന്ന് അറിയത്തില്ല. അപ്പം നമുക്കൊരു കോൺഫിഡൻറ്റ് കിട്ടത്തില്ല. നമ്മുടെ ഈ ചിലപ്പം ഒത്തിരി ദിവസങ്ങൾ ഒരു സെയിൽ പോലും ഉണ്ടാവാത്ത ഒത്തിരി എന്താ ദിവസങ്ങളുണ്ട്. പിന്നെ ചില ഭയങ്കര ലോ ആയിട്ടുള്ള, ഇപ്പം ഒരു ചുരിദാർ പോയാൽ അല്ലെങ്കിൽ ആദ്യത്തെ സമയത്തൊക്കെ, അല്ലെങ്കിൽ ജസ്റ്റ് 4-5 ചുരിദാർ മാത്രം പോയ മാസങ്ങളും ഉണ്ട്. അതായത് ഭയങ്കര ലോ, ഇപ്പം 2,000, 5,000 മാത്രം ഉണ്ടായിരുന്ന സെയിൽസ് ഉണ്ടായിരുന്ന മാസങ്ങളുണ്ട്. അപ്പം നമുക്കതിനൊരു അടുത്ത മാസത്തിലോട്ട്, അടുത്ത ദിവസത്തിലോട്ട് നീങ്ങാൻ വേണ്ടി ഇപ്പം നമുക്ക് മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കണം എപ്പോഴും നമ്മൾ എഴുതി വെക്കുക. അതുപോലെ മാത്രമല്ല, ബിസിനസ് നമുക്ക് എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ എഴുതണം. അതുപോലെ തന്നെ ഓഫർ പ്രീമിയം വേർഷൻസ് ഫോർ ഹൈ പ്രോഫിറ്റ്സ്. നമ്മൾ ഇപ്പം ചുരിദാറാണെന്ന് വെച്ചോ, ചുരിദാറിനകത്ത് നമുക്ക് ആദ്യം ഇത് പതുക്കെ മതി. ഇപ്പം നിങ്ങൾ അഫോർഡബിൾ ആണ് ചെയ്യുന്നതെന്ന് വെച്ചോ, ഇപ്പം നമ്മൾ കോട്ടൺ ചുരിദാറാണ് ചെയ്യുന്നതെങ്കിൽ ഇതൊരു എക്സാമ്പിളാണ്. അപ്പം നിങ്ങൾക്ക് ഒരു 1,250 നിങ്ങൾ ചുരിദാർ ചെയ്യുമെന്ന് വെച്ചു. പക്ഷേ ഈ കോട്ടൻ്റെ തന്നെ ഇതിനകത്ത് ചെറിയ വർക്കൊക്കെ വരുന്ന രീതിയിൽ നിങ്ങൾ കുറച്ച് പ്രീമിയമായിട്ടുള്ള ഇതും നിങ്ങൾക്ക് വെക്കാം. അതായത് ആ സെയിം ഇതിൽ തന്നെ, ഏത് വേറെ സാധനമല്ല. ഇപ്പോൾ ഒരു ചുരിദാർ, ഒരു ജയ്പൂരി കോട്ടൺ അല്ലെങ്കിൽ ഒരു കോട്ടൺ സ്റ്റിച്ച് ചെയ്യുന്ന, കോട്ടൺ സെല്ല് ചെയ്യുന്ന ഒരു ആൾ എപ്പോഴും നമ്മളൊരു നിഷിനെ പറ്റി ഞാൻ ഓൾറെഡി പഴയ വീഡിയോസിനകത്ത് സംസാരിച്ചിട്ടുണ്ട്. ഒരേ ഫീൽഡിൽ തന്നെ നിൽക്കുന്നതാണ് നല്ലത്. അപ്പം നമ്മളിപ്പം ചുരിദാർ ചെയ്തിട്ട് നാളെ നിങ്ങൾ കൊണ്ടുവന്നിട്ട് കപ്പും പ്ലേറ്റും വിൽക്കുവാണെങ്കിൽ അതവിടെ തീർന്നു. എസ്പെഷ്യലി ഓൺലൈൻ സ്റ്റോറിൽ എല്ലാ സാധനവും, സൂപ്പർ മാർക്കറ്റല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, അത് ഭയങ്കര ഫ്ലോപ്പായിട്ട് പോകും. ഒരു കാര്യത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പിന്നീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓൺ ദ ഗോ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. എല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര കൺഫ്യൂഷൻ കസ്റ്റമേഴ്സിന് വരും. അപ്പം കുറച്ച് പ്രീമിയം ആയിട്ടുള്ള, ഇപ്പം 1,250 നിങ്ങളുടെ അഫോർഡബിൾ ആണെങ്കിൽ ഒരു 3,000 3,500 കുറച്ച് പ്രീമിയം ആയിട്ടുള്ള ചുരിദാർ, അതായത് ചെറിയ രീതിക്ക് ഫങ്ഷൻസിനൊക്കെ പോകാൻ പറ്റുന്നത്. അപ്പം നിങ്ങൾക്ക് അതിൽ നിന്ന് ഹൈ പ്രോഫിറ്റ്സും നിങ്ങൾക്ക് പതുക്കെ എടുക്കാം. എങ്ങനെയാണ് ആൾക്കാരുടെ ഇതെന്ന് എന്താണ് പർച്ചേസിങ് രീതിയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ അവോയ്ഡ് അണ്ടർ പ്രൈസിങ്, ഇറ്റ് റെഡ്യൂസസ് വാല്യൂ. നിങ്ങളൊരു സാധനം ഇപ്പം കൊണ്ടുവന്നിട്ട് ഇപ്പം 500 കുർത്ത നിങ്ങൾ വാങ്ങിച്ചു, അതായത് കോസ്റ്റ് പ്രൈസ്, അതിനകത്ത് പല ബാക്കി കോസ്റ്റുകളും ആഡ് ചെയ്യാനുണ്ട്. എന്നാലും നിങ്ങളിപ്പം 100 ഇട്ടിട്ട് നിങ്ങൾ 600 വിൽക്കുകയെന്ന് വെച്ചോ, അതൊരു അണ്ടർ പ്രൈസിങ്ങാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അവിടെ ലേബർ ചാർജോ പാക്കേജിങ്ങിൻ്റെ ചാർജ്, ഓവർ ഹെഡ് കോസ്റ്റ്സ്, എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ അതൊന്നും ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് പിന്നെ അതിനകത്ത് പ്രോഫിറ്റ് ഇല്ല, ഇവിടെ ഒരു ലോസാണ് വരുന്നത്. അപ്പം നമ്മൾ ഇതിനകത്തെല്ലാം നോക്കിയിട്ട് വേണം നമ്മളൊരു പ്രോഡക്റ്റിൻ്റെ എമൗണ്ട് പോലും ആഡ് ചെയ്യാനായിട്ട്. അത് പതുക്കെ നമ്മൾ പഠിക്കുമ്പോഴത്തേക്കും പിന്നെ ബാക്കിയുള്ള, അപ്പം പതുക്കെ അത് ചെയ്ത് പ്രൈസിങ് ഇടുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പിന്നെ മനസ്സിലാവും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെയെന്ന് വെച്ചാൽ യൂസ് കസ്റ്റമർ ഫീഡ്ബാക്ക് ടു അഡ്ജസ്റ്റ് പ്രൈസിങ്. അതായത് ഇപ്പം നിങ്ങൾക്കിപ്പം എങ്ങനെയാണ് കസ്റ്റമർ ഫീഡ്ബാക്ക് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവർ തന്നെ പറയും. അതായത് ഇപ്പം സപ്പോസ് കോമ്പറ്റീറ്റേഴ്സിൻ്റെ ഇപ്പം ഈ സെയിം സാധനം ഇപ്പം
കുറച്ചും കൂടെ ഒന്ന് ഓഫർ തരാമോ, അല്ലെങ്കിൽ ഈ സെയിം സാധനം വേറെ സ്ഥലത്ത് അവർ ഈ റേറ്റിന് കണ്ടു. അപ്പം അത് ഭയങ്കര വാസ്റ്റ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളത് നോക്കിയാൽ മതി. പക്ഷേ ജസ്റ്റ് കസ്റ്റമർ പറഞ്ഞു എന്ന് വെച്ചിട്ട് നമുക്കൊരിക്കലും പ്രൈസ് കുറയ്ക്കേണ്ട കാര്യം വരുന്നില്ല. ഈ കസ്റ്റമർ ഒരിക്കലും ക്യാഷ് കൂട്ടി ലാണ് മറ്റ് കടയിൽ വിൽക്കുന്നതെന്ന് അവർ പറയത്തില്ല. അവർ കുറയ്ക്കുന്ന കാര്യം മാത്രമേ പറയത്തുള്ളൂ. പക്ഷെ നമുക്ക് ഒരിക്കലും ഓരോ കസ്റ്റമറുടെ ലെവലിലോട്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റത്തില്ല. ഇപ്പം നമ്മളിപ്പം 1250 ആണെന്ന് വെച്ചു. അപ്പോൾ ഇപ്പം ഓരോ ഇൻകം ലെവലിൽ ഉള്ള ആൾക്കാർക്കും ഇത് കുറവായിരിക്കും, ഇത് കുറവാണെന്ന് പറയുന്നവർ. അപ്പം നമുക്കിത് ഈ 1250 എന്ന് പറയുന്ന ഓരോരുത്തരുടെ ഇൻകം ലെവൽ അനുസരിച്ച് ഇപ്പം 1000 പിന്നെ 500 200 ഒന്നും ആക്കാൻ പറ്റത്തില്ല. അപ്പം നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി അവരുടെ ഫീഡ്ബാക്കും കൂടെ എടുക്കാം. അതുപോലെ തന്നെ പ്രൈസ് എന്ന് പറയുന്ന കോസ്റ്റ് പ്ലസ് വാല്യൂ പ്ലസ് പ്രോഫിറ്റ് ആണ്. കോസ്റ്റ് പ്രൈസ്, അതുപോലെ തന്നെ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ വാല്യൂ, പ്രോഫിറ്റ്, അത് നിങ്ങൾ നോക്കുക. അപ്പം ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. അതായത് ഹൗ ടു പ്രൈസ് യുവർ പ്രോഡക്റ്റ്സ് സർവീസസ് ടു മേക്ക് പ്രോഫിറ്റ്. നിങ്ങൾക്ക് ലോസ് വരാതെ എങ്ങനെ നമുക്ക് പ്രൈസ് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും റിലേറ്റഡ് കോണ്ടൻറ്റ് ഉണ്ടെങ്കിൽ ഈ 30 ഡേയ്സിൻ്റെ വീഡിയോ കഴിഞ്ഞ് ഞാൻ നോക്കിയിട്ട് ചെയ്യാൻ നോക്കാം. നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ എന്തെങ്കിലും ബിസിനസ് റിലേറ്റഡ് വീഡിയോസ് ഞാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷനിൽ ഓൾ ഞെക്കിയാലാണ് നമ്മുടെ വീഡിയോസ് എല്ലാം കാണാൻ പറ്റുന്നത്, മിസ്സാവാതെ. സോ അത് ഞെക്കുക. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മളെ ഫോളോ ആൻഡ് DM ചെയ്തിട്ട് 1000 മിസ്റ്റേക്സ് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ 1000 മിസ്റ്റേക്സിൻ്റെ ഫുൾ PDF നമ്മൾ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് അയയ്ക്കുക. അപ്പം അടുത്ത വീഡിയോ വരുന്നിടം വരെ, until then, bye.